നമസ്കാരം. ഇന്ന് ലോകമെമ്പാടുമുള്ള രക്ഷകർത്താക്കളും അധ്യാപകരുമൊക്കെ നേരിടുന്നൊരു പ്രതിസന്ധിയാണ് കുട്ടികളുടെ മൊബൈൽ ഫോൺ ഭ്രമം. ഇതിനെ എങ്ങനെ നേരിടണമെന്ന് ഇപ്പോഴും അവർക്ക് കൃത്യമായി അറിയില്ല. നമ്മൾ മാധ്യമങ്ങളിൽ കാണാറുള്ള വാർത്തകളിലൊക്കെ തന്നെ നിരവധി കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗത്തിലൂടെ ദുരന്തങ്ങളിൽ ചെന്ന് ചാടിയ കാര്യങ്ങളും നമ്മളെല്ലാം കാണാറുണ്ട്. ഇതിനെന്താണൊരു പരിഹാരം എന്ന് പല രാജ്യങ്ങളും ചർച്ച ചെയ്യുന്ന വേളയിലാണ് ഡെൻമാർക്കിൽ ഇതിനൊരു ശാശ്വത പരിഹാരവുമായി അവർ സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. സ്കൂൾ കുട്ടികൾ ഒരു കാരണവശാലും സ്കൂളുകളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡെൻമാർക്ക് സർക്കാർ. 13 വയസ്സ് വരെയുള്ള കുട്ടികൾ സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നാൽ അവരുടെ മാതാപിതാക്കളുടെ പേരിൽ കേസെടുക്കാനും ഡെൻമാർക്ക് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇടയിൽ അസംതൃപ്തി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഡെൻമാർക്ക് സർക്കാർ ഒരു ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചിരുന്നു. അവർ ഈയിടെയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചത്. 35ഓളം നിർദ്ദേശങ്ങളാണ് സമിതി സമർപ്പിച്ചത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്നാണ് സ്കൂളുകളിൽ ഒരു കാരണവശാലും കുട്ടികൾ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നത് അനുവദിക്കരുത് എന്ന കാര്യം. ഇത് 7 വയസ്സ് മുതൽ വേണമെങ്കിൽ 16-17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ബാധകമാക്കാം എന്നാണ് ഈ കമ്മീഷൻ്റെ നിർദ്ദേശത്തിൽ പറയുന്നത്. ഏതായാലും കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സർക്കാർ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ സ്കൂളുകളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ കുട്ടികൾ സ്കൂളുകളിൽ പലപ്പോഴും മൊബൈൽ ഫോൺ കൊണ്ടുവരുമായിരുന്നു. ഇത് പലതരത്തിലും അവരെ സഹായിക്കും എന്നാണ് അധ്യാപകനും രക്ഷകർത്താക്കളൊക്കെ തന്നെ കരുതിയിരുന്നത്. എങ്കിലും നേരെ വിപരീത ഫലമാണ് ഇത് ഉണ്ടാക്കിയത് എന്ന സത്യം പിന്നീടാണ് എല്ലാവരും തിരിച്ചറിഞ്ഞത്. കുട്ടികൾ പലരും പഠിത്തത്തിൽ ശ്രദ്ധ കുറയുകയും അവർ മൊബൈൽ ഫോൺ അഡിക്റ്റുകളായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് കുട്ടികളുടെ പഠന നിലവാരത്തെയൊക്കെ തന്നെ ദോഷകരമായി ബാധിച്ചു തുടങ്ങിയതോടുകൂടിയാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു കർശനമായ നിലപാട് വേണം എന്ന തീരുമാനമെടുത്തത്. നേരത്തെ 2018 ഫ്രാൻസിൽ ഈ സ്കൂൾ കുട്ടികൾ മൊബൈൽ ഫോൺ സ്കൂളിൽ കൊണ്ടുവരുന്നത് കർശനമായി നിരോധിച്ചിരുന്നു. ഒരുപക്ഷെ ഇതിൻ്റെ ചുവട് പിടിച്ചായിരിക്കാം ഡെൻമാർക്ക് ഇത്തരത്തിലുള്ള ഒരു സുപ്രധാനമായ തീരുമാനം എടുത്തിരിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ ഡെൻമാർക്ക് സർക്കാർ തീരുമാനിച്ചിരുന്നുവെങ്കിലും 4 ഭാഗത്തു നിന്നും എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് അത് പിൻവലിക്കുകയായിരുന്നു. ഏതായാലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇതൊരു മാതൃകയായി തന്നെ മാറും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കാരണം അവിടെയെല്ലാം തന്നെ സ്കൂളുകളിൽ കുട്ടികൾ മൊബൈൽ ഫോണുമായി എത്തി പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതായി വാർത്തകൾ പുറത്തു വരികയാണ്. 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ ടിക്ടോക്കിലും യൂട്യൂബിലുമായി ഒരു ദിവസം ശരാശരി 3 മണിക്കൂർ ചെലവഴിക്കുന്നുണ്ടെന്നാണ് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ്റെ വെളിപ്പെടുത്തൽ. ഏതായാലും ഇന്ത്യ പോലെയുള്ള രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ തന്നെ ഇക്കാര്യത്തിലൊരു നിയന്ത്രണം കൊണ്ടുവരുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. നേരത്തെ കർശന നിയന്ത്രണങ്ങൾ ഇക്കാര്യത്തിലുണ്ടായിരുന്നു എങ്കിലും കോവിഡ് കാലത്താണ് കുട്ടികൾക്ക് വീണ്ടും പലരും മൊബൈൽ ഫോൺ നൽകുകയും സ്കൂളുകൾ ക്ലാസ്സിലായിരുന്ന സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ വഴി അവർക്ക് പാഠങ്ങൾ പഠിക്കാനുമൊക്കെ കഴിഞ്ഞിരുന്നു. എന്നാലും കോവിഡ് നിർമ്മാർജ്ജനം ചെയ്യുകയും അന്തരീക്ഷത്തിന് മാറ്റം വരികയൊക്കെ സാഹചര്യത്തിലും ഇപ്പോഴും കുട്ടികൾ പലരും മൊബൈൽ ഫോണുമായി തന്നെയാണ് സഞ്ചരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സ്കൂളുകളിൽ കുട്ടികൾ മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് പറയുന്നതെങ്കിലും പലരും രഹസ്യമായി ഇത് കൊണ്ടുവരുന്നു എന്ന് തന്നെയാണ് പല സംഭവങ്ങളിലൂടെയും ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.